എപ്പോ വന്നു? ഞാൻ വായിച്ചിടുന്ന് ഉറങ്ങിപ്പോയി. ഇപ്പൊ വന്നതേ ഉള്ളൂ. അമ്മയും മിനിക്കുട്ടിയും? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മയും മിനിക്കുട്ടിയും നാട്ടിലേക്ക് പോയി. അവിടെ അല്പം കൃഷിയും കുറെ തേങ്ങയേരിയിലും ഒക്കെ ഉണ്ട്. വീടും പൂട്ടിയിട്ടിരിക്കുക. മാസത്തിലൊരിക്കൽ അമ്മ അങ്ങോട്ട് പോകും. പോകേണ്ട ആളിന് നാട്ടുകാര്യമല്ലേ, സമയമില്ലല്ലോ. മാത്രമല്ല അമ്മ പോയാലേ ശരിയാകും. ഇരിക്കൂ, ചായ ഉണ്ടാക്കാം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ വീട്ടിൽ പോവാ. പോകുന്ന വഴിക്ക് മിനിക്കുട്ടിയെ ഒന്ന് കാണാൻ കയറിയതാ. അപ്പോഴാണ് ഒരുത്തിന് അസമയത്ത് ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടത്. കഷ്ടമായി പോയി. പോകുമ്പോഴേ കാണാനോ യാത്ര ചോദിക്കാനോ കഴിഞ്ഞില്ല. മടങ്ങി വീട്ടിലെത്തുന്നതിന് മുമ്പെങ്കിലും കണ്ടത് ഭാഗ്യമായി. ഇരിക്കൂ, ഒരു നിമിഷം. അയ്യോ വേണ്ട, എനിക്കിപ്പോ ഒന്നും വേണ്ട. ഇരിക്കുന്നേ, ഉറങ്ങി എണീറ്റല്ലേ ഉള്ളൂ. എനിക്കും വേണം ഒരു കപ്പ് ചായ. എന്നാ എവിടെ ഇരുന്നോളൂ, ഞാൻ തയ്യാറാക്കാം. നല്ല കാര്യമായി. എന്താ, എനിക്ക് ചായ ഇടാൻ അറിഞ്ഞൂടാന്ന്? അയ്യോ അതല്ല. പിന്നെ? ഞാൻ അതിഥികളെ അപമാനിക്കാറില്ല. ഞാനതൊരു അഭിമാനമായി കരുതിയാലോ? എവിടെ അടുക്കള? തമ്പുരാട്ടി നിന്നേ. തമ്പുരാട്ടിയോ? ഏത് രാജ്യമാ ഞാൻ ഭരിക്കുന്നത്? എന്നെ ഉഷാന്ന് വിളിച്ചാ മതി. പേപ്പർ വരുന്നു. പേപ്പറുകാരന്. എനിക്കും പോകാൻ സമയമായി. പുസ്തകങ്ങൾ വായിച്ചോ? എല്ലാം. ഞാൻ വേറൊരു പുസ്തകം തരാം. ഡയമണ്ട് റാണി വെട്ടാങ്കി വെട്ടെ. വെട്ടാൻ കത്തി കൈ വേണ്ടടാ. ബാലമാസ്റ്റർ വീട് എവിടെയാ? ഇതാരടാ സാഹിബ്? സ്മഗ്ലർ ആയിരിക്കും. ഫാറിൻ വല്ലതും ഉണ്ടോ കയ്യില്? ഞാൻ സ്മഗ്ലറില്ല. പിന്നെ ഹിപ്പിയോ? അല്ല, മനുഷ്യൻ. ഓ അത് ശരി, മനുഷ്യൻ. ബാലമാസ്റ്റർ വീട് എവിടെയാ? അത് ശരി, ഇപ്പൊ മനസ്സിലായി. ബാലമാസ്റ്റർ ആളാ. അതാ മുണ്ടുകൊടുക്കാതെ നടക്കുന്നു. നിങ്ങൾ എന്തിനാ വഴി പോകുന്നവരോ ആ കാണുന്ന ബാലമാസ്റ്റർ വീട്. ഇവനൊക്കെ അടിച്ച കൈമാറും. വരട്ടെ. ശരി. ഇറക്കുമതിയാണല്ലോടാ. ഇറക്കട്ടെ. നീ ചീട്ടിറക്ക. റാണി വാ വാ അകത്ത്. മാർക്ക് സൂക്ഷിച്ചു കൂട്ടണം കേട്ടോ. തെറ്റിക്കോ? ആരാത്? ഞാനാണ്, ദാമു. മാസ്റ്റർക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനങ്ങനെ മറക്കാറില്ല. പക്ഷേ ഞാനാണ് മാഷെ, ദാമു. ഹൈസ്കൂളിൽ മാഷിനെ പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ട് എന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടത് ഓർമ്മയുണ്ടോ? ഇപ്പൊ മനസ്സിലായി. ഞാൻ വളരെ കുറച്ചുപേരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഓർക്കാൻ എളുപ്പമാണ്. ഒരു പെൺകുട്ടിയുടെ പാവാടയിൽ മഷി ഒഴിച്ചതിനല്ലേ പുറത്താക്കിയത്? അതെ മാസ്റ്റർ. വരുതാമോ? ഇതെന്റെ അനിയത്തി മിനിക്കുട്ടി. മിനി പോയി ചായ കൊണ്ടുവരും. എനിക്ക് ദാമു. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? ദാമു ആളാകെ മാറിപ്പോയല്ലോ. ഈർക്കിൽ പോലെ കുറ്റിമുടിയുമായി നടന്ന ദാമു. ഇരിക്കും. ഞാൻ ദുബായിലായിരുന്നു സർ. വേഷം കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു. ഇവിടെ എങ്ങനെ വന്നു? വല്ല ബന്ധുക്കളും? ഇല്ല മാസ്റ്റർ. മാസ്റ്റർ കണ്ട് നന്ദി പറയാൻ വന്നാണ്. അന്ന് മാസ്റ്ററിനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഇനി ക്ലാസ്സിൽ കയറില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയി. ദാമു വരാതായപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു. ഞാൻ കാരണം ഒരു വിദ്യാർത്ഥിയുടെ പഠിത്തം. ഞാൻ സ്കൂളിൽ വന്നില്ലെങ്കിലും വീട്ടിലിരുന്ന് പഠിച്ചു സർ. എല്ലാ വികൃതങ്ങളും ഉപേക്ഷിച്ച് വാശിയോടെ പഠിച്ചു. അന്ന് മാസ്റ്ററിനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഓരോ ക്ലാസ്സുകളിലും ഈ 2-3 വർഷം തോറ്റ് ഇപ്പോൾ കവലകളിൽ തെണ്ടി നടക്കുമായിരുന്നു. ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടത് നന്നായി എന്നാണോ പറഞ്ഞു വരുന്നത്? ക്ഷമിക്കണം മാസ്റ്റർ, പക്ഷെ അതാണ് സത്യം. സത്യമായിരിക്കാം. പക്ഷേ ഒരു അധ്യാപകന് അത് വേദന തോന്നുന്ന കാര്യമാണ്. നല്ല ആളുകൾ എന്തു ചെയ്താലും നന്മ വരൂ. അതെ മാസ്റ്റർ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അല്ല, ദാമുവിന്റെ പരിശ്രമശീലം കൊണ്ട്.
എന്റെ കണ്ണുറപ്പിച്ചത് മാസ്റ്ററാണ്. അതിന് നന്ദി പറയാനാണ് നാട്ടിൽ നിന്ന് അഡ്രസ് കണ്ടുപിടിച്ച് ഞാനോട് വരെ വന്നത്. കരയണമോ ചിരിക്കണമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിൽക്കൂ. എന്താ ദാമോ അത്? കുറെ പെർഫ്യൂംസും പൗഡറും സോപ്പുമെല്ലാം. എടുത്തോളൂ. ഇത് മാസ്റ്റർക്ക്. എന്തിനാ ദാമു? ഇതൊക്കെ വില കൂടിയ സാധനങ്ങളല്ലേ? ഞാൻ മാസ്റ്റർക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് തരാനാണ് ഞാൻ ഇവിടം വരെ വന്നത്. ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതിന് എനിക്ക് തരുന്ന കൂലി അല്ലേ? അങ്ങനെ പറയരുത് മാസ്റ്റർ. എന്താ മോളെ ഇത്? ദാമു ഇരിക്കൂ, ഞാനിപ്പോ വരാം. അമ്മേ, ഇന്ന് ഊണിന് എന്റെ ഒരു പഴയ വിദ്യാർത്ഥി കൂടി ഉണ്ടാവും. അതിനെന്താ, വലിയ വിഭവങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് മാഡം. ഇപ്പൊ സമയം 10:50. കറക്റ്റ്. വല്ല പെൺകുട്ടികളെയും കാറിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയത് കൊണ്ടായിരിക്കും ലേറ്റ് ആയത്. അത് ഫോൺ ചീത്തയാക്കരുത്. ഇല്ല മാഡം, ഞാൻ കാറിൽ വരികയായിരുന്നു. അതുവഴി കാറിൽ വന്നപ്പോൾ ഒറ്റയ്ക്ക് ബസ് കാത്ത ഒരാള്. ആഹാ, അപ്പൊ ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾക്കെല്ലാം ലിഫ്റ്റ് കൊടുക്കുന്നതാ ജോലി അല്ലേ? ഓഹോ, അപ്പൊ എന്നെ പറ്റി അങ്ങനെയാ ധരിച്ചു വെച്ചിട്ടുള്ളത്? ചേട്ടാ, ഞാൻ ആ പെങ്കൊച്ചിനോട് പ്രത്യേകം പറഞ്ഞ ഇക്കാര്യം ആരോടും പറയരുത്. എന്നിട്ട് ആ പെങ്കൊച്ച് കാണിച്ചു വെച്ചൊരു പണി കണ്ടു. ഏതായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ഗോപി സാറേ, ഇവിടെ വാ. അങ്ങനെ അങ്ങ് പോയാലോ? പാവപ്പെട്ട പെണ്ണ, കഷ്ടത്തിലാക്കല്ലേ. കഷ്ടത്തിലാക്കിയോ? ഇനി അവിടെ മോത്തിയാൻ നോക്കിയല്ലോ. പെൺപിള്ളേരായാലേ അനുസരണം വേണം. അടക്കമില്ല, ഒതുക്കമില്ല, വീട്ടിനകത്ത എന്താ നൃത്തശാലയാണ്? തെരുക്കൂത്തിന് കണ്ട സ്ഥലം ചേച്ചി ഇവിടെ ഇല്ല. ചേച്ചി എവിടെ അന്വേഷിച്ചില്ലല്ലോ.